മൊറോക്കോയുടെ വിപ്ലവകരമായ ഒരു തീരുമാനം. ഇസ്ലാമിക വിശ്വാസികൾ ബലിപെരുന്നാൾ കഴിഞ്ഞ ദിവസമാണ് ആഘോഷിച്ചത്. ഈ ആഘോഷത്തിലെ പ്രധാന കർമ്മങ്ങളിൽ ഒന്നാണ് മൃഗബലി. ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങൾ പ്രചാരകൻ ഇബ്രാഹിമിന്റെ ത്യാഗത്തെ അനുസ്മരിച്ചുകൊണ്ട് മൃഗങ്ങളെ ബലി അർപ്പിക്കുകയും മാംസം പാവപ്പെട്ടവർക്കും ആവശ്യമുള്ളവർക്കും വിതരണം ചെയ്യുകയും ചെയ്യുന്നു. എന്നാൽ ഈ വർഷം ഒരു മുസ്ലിം രാജ്യം ബലികർമ്മം നിരോധിച്ചു എന്ന വാർത്തയാണ് പലരെയും അത്ഭുതപ്പെടുത്തിയിരിക്കുന്നത്. വടക്കൻ ആഫ്രിക്കൻ രാജ്യമായ മൊറോക്കോയിലാണ് ഈ വിപ്ലവകരമായ തീരുമാനമെടുത്തിരിക്കുന്നത്. ഇതിന് പിന്നിലെ കാരണങ്ങളും രാജ്യത്തിന്റെ ഈ നടപടി ഉയർത്തുന്ന ചോദ്യങ്ങളും വിശദമായി നമുക്ക് പരിശോധിക്കാം. മൊറോക്കോയുടെ വരൾച്ചയും രാജകീയ ഉത്തരവാദിത്വവും. മൊറോക്കോയുടെ രാജാവ് മുഹമ്മദ് ആറാമൻ ദിവസങ്ങൾക്ക് മുൻപ് പുറപ്പെടുവിച്ച ഉത്തരവാണ് ബലിപെരുന്നാൾ ദിവസത്തിലെ മൃഗബലി തടയുന്നത്. 35 ലക്ഷത്തോളം വരുന്ന രാജ്യത്തെ ജനങ്ങളോട് ഇത്തവണ ബലികർമ്മത്തിന് പകരം മറ്റ് സന്നദ്ധ പ്രവർത്തനങ്ങളിലും ദാനധർമ്മങ്ങളിലും ഏർപ്പെടാനാണ് രാജാവ് നിർദ്ദേശിച്ചത്. മൊറോക്കോയിലെ സാധാരണയായി ആടുകളെയാണ് ബലി അർപ്പിക്കുന്നത്. എന്നാൽ രാജശാസനയെ തുടർന്ന് ഈ വർഷം ബലികർമ്മം നടന്നില്ല. രാജ്യം അഭിമുഖീകരിക്കുന്ന കടുത്ത വരൾച്ചയാണ് ഈ അസാധാരണ തീരുമാനത്തിലേക്ക് വഴിവെച്ചത്. കഴിഞ്ഞ 7 വർഷമായി മൊറോക്കോ കടുത്ത വരൾച്ചയുടെ പിടിയിലാണ്. ഇത് കാർഷിക മേഖലയെയും കന്നുകാലി സമ്പത്തിനെയും ഗുരുതരമായി ബാധിച്ചിട്ടുണ്ട്. 2016 ശേഷം കന്നുകാലികളുടെ വില 38% വർദ്ധിച്ചു. ഇറക്കുമതി ചെയ്യുന്ന ബാർലിയെ ആശ്രയിച്ച് തീറ്റയുടെ വിലയും കുത്തനെ ഉയർന്നിരുന്നു. കഴിഞ്ഞ വർഷം ഒരു ആടിനെ ബലി അർപ്പിക്കുന്നതിന് $600 വരെ ചെലവ് വന്നിരുന്നു എന്നാണ് സ്ഥിതിയുടെ ഗൗരവം വ്യക്തമാക്കുന്നത്. മൊറോക്കോയുടെ കുറഞ്ഞ പ്രതിമാസ വേതനം വെറും $324 ഉള്ളൂ. സാധാരണക്കാർക്ക് ബലികർമ്മം വലിയൊരു സാമ്പത്തിക ഭാരമായി മാറുകയായിരുന്നു. ഹസർ രണ്ടാമൻ രാജാവ് ഭരിച്ചിരുന്ന 1963, 1981, 1996 വർഷങ്ങളിൽ സമാനമായ ഉത്തരവുകൾ പുറപ്പെടുവിച്ചിട്ടുണ്ടെങ്കിലും മുഹമ്മദ് ആറാമന്റെ ഭരണകാലത്ത് ഇത് ആദ്യത്തെ സംഭവമാണ്. ഇത് രാജ്യത്തിന്റെ സാമ്പത്തികവും പാരിസ്ഥിതികവുമായ പ്രതിസന്ധി എത്രത്തോളം രൂക്ഷമാണെന്ന് അടിവരയിടുന്നുണ്ട്. സർക്കാർ ഇടപെടലുകളും ജനങ്ങളുടെ പ്രതികരണവും. രാജാവ് വെറും ഉത്തരവ് പുറപ്പെടുവിച്ചില്ല, മറിച്ച് പ്രതിസന്ധി ലഘൂകരിക്കാൻ നിരവധി പ്രായോഗിക നടപടികളും സ്വീകരിച്ചു. കഴിഞ്ഞ ഫെബ്രുവരിയിൽ തന്നെ ബലി കൊടുക്കുന്നതിനുള്ള മൃഗങ്ങളെ ഇത്തവണ വാങ്ങരുതെന്ന് രാജാവ് ആവശ്യപ്പെട്ടിരുന്നു. കുറഞ്ഞ വരുമാനക്കാർക്ക് വലിയ ബാധ്യതയാകുന്ന ബലികർമ്മം എന്നും രാജാവ് സൂചിപ്പിച്ചു. മാത്രമല്ല, ഉപഭോക്താക്കളെ ചൂഷണം ചെയ്യുന്നത് തടയാൻ നിരവധി കന്നുകാലി വിപണികൾ സർക്കാർ അടച്ചുപൂട്ടി. കന്നുകാലികൾക്കുള്ള തീറ്റയും ഇറക്കുമതി ചുങ്കവും താൽക്കാലികമായി റദ്ദാക്കി. സർക്കാർ മുൻകൈയെടുത്ത് ഓസ്ട്രേലിയയിൽ നിന്ന് 1 ലക്ഷം ആടുകളെ ഇറക്കുമതി ചെയ്തു. തീറ്റയ്ക്കുള്ള ചെലവ് കുറയ്ക്കാൻ 620 കോടി ദിർഹത്തിന്റെ, അതായത് ഏകദേശം $600 ദശലക്ഷം പാക്കേജ് സർക്കാർ പ്രഖ്യാപിച്ചു. ഈ സർക്കാർ നടപടികൾ മികച്ചതാണെന്ന് മൊറോക്കൻ ജനത പൊതുവെ അഭിപ്രായപ്പെട്ടിരുന്നു. വരൾച്ചാ പ്രതിസന്ധിയിൽ രാജ്യം കൂടെയുണ്ടെന്ന് ജനങ്ങൾക്ക് ഇത് ആശ്വാസം നൽകി. എന്നാൽ ബലികർമ്മം നിരോധിച്ചത് കാരണം ആഘോഷവേളകളിൽ ഗ്രാമീണർക്ക് ലഭിക്കുന്ന വരുമാനത്തിൽ വലിയ കുറവ് വന്നു. കന്നുകാലി കച്ചവടവും അനുബന്ധ ജോലികളും പലർക്കും ബലിപെരുന്നാൾ സമയത്തെ പ്രധാന വരുമാന മാർഗമായിരുന്നു. ഈ വരുമാനമാണ് ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയെ ഒരു പരിധിവരെ ബാധിക്കുകയും ചെയ്തിട്ടുണ്ട്. മുസ്ലിം പണ്ഡിതരുടെ നിലപാടുകളും ഇതേ കൂടി വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ മൊറോക്കോയിലെ മുസ്ലിം പണ്ഡിതരുടെ നിലപാട് നിർണായകമായിരുന്നു. കന്നുകാലികളെ ലഭിക്കാതെ വരുമ്പോൾ ബലികർമ്മം മാറ്റിവെക്കുന്നതിന് കുഴപ്പമില്ല എന്നാണ് അവർ അഭിപ്രായപ്പെട്ടത്. ഇസ്ലാമിക ശരീഅത്ത് നിയമമനുസരിച്ച് ബലി ഒരു നിർബന്ധ കർമ്മമല്ല, മറിച്ച് കഴിവുള്ളവർക്ക് ചെയ്യേണ്ട ഒരു സുന്നത്ത് മാത്രമാണ്. പ്രചാരകൻ ചെയ്ത ഒരു പ്രവൃത്തി, അത് മാത്രമാണത്. കടുത്ത സാമ്പത്തിക പ്രയാസങ്ങൾ ഉള്ളവർക്ക് ഇത് നിർബന്ധമല്ല. കൂടാതെ ബലിമൃഗങ്ങളെ ലഭ്യമല്ലാത്ത സാഹചര്യത്തിൽ ദാനധർമ്മങ്ങളും മറ്റ് സന്നദ്ധ പ്രവർത്തനങ്ങളും ബലികർമ്മത്തിന് പകരമാക്കുമെന്നും അവർ നിർദ്ദേശിച്ചു. മൊത്തം ജനങ്ങൾക്ക് വേണ്ടി രാജാവ് മാത്രം ബലികർമ്മം നടത്തി. ഇത് ഭരണാധികാരി എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ മതപരമായ ഉത്തരവാദിത്തത്തെയും ജനങ്ങളോടുള്ള പ്രതിബദ്ധതയെയും സൂചിപ്പിക്കുന്നതാണ്. അയൽ രാജ്യങ്ങളിലെ സ്ഥിതിയും പ്രാദേശിക സ്വാധീനവും ചെറുതൊന്നും തന്നെയല്ല. മൊറോക്കോയിലെ ഈ സമാനമായ പ്രതിസന്ധി അയൽ രാജ്യമായ അൾജീരിയ, ട്യൂണീഷ്യ, ലിബിയ എന്നിവരും ഇത്തവണ നേരിട്ടിട്ടുണ്ട്. കന്നുകാലി ലഭ്യതക്കുറവ് ഈ രാജ്യങ്ങളിലും ഒരു പ്രശ്നമായിരുന്നു.
അൾജീരിയ 10 ലക്ഷം ആടുകളെ ഇറക്കുമതി ചെയ്താണ് ഈ പ്രശ്നം പരിഹരിച്ചത്. എന്നാൽ മൊറോക്കോയുടെ തീരുമാനം പ്രതിസന്ധി ഘട്ടങ്ങളിലെ മതപരമായ ആചാരങ്ങളെ എങ്ങനെ വ്യാഖ്യാനിക്കുകയും പ്രയോഗിക്കുകയും ചെയ്യാം എന്നതേക്കുറിച്ചുള്ള ഒരു പുതിയ ചർച്ചയ്ക്ക് വഴിയൊരുക്കുകയാണ്. ഒരു പുതിയ മാതൃകയാണ് മൊറോക്കോ എന്നുള്ള ചോദ്യവും ഉയരുകയാണ്. മൊറോക്കോയുടെ ഈ തീരുമാനം ആഗോളതലത്തിൽ പ്രത്യേകിച്ച് മുസ്ലിം ലോകത്ത് മതപരമായ ആചാരങ്ങളെയും പരിസ്ഥിതി സൗഹൃദപരമായ സമീപത്തെയും കുറിച്ച് പുനർവിചിന്തനം ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഒന്നാണ്. കടുത്ത വരൾച്ചയും സാമ്പത്തിക പ്രതിസന്ധിയും നേരിടുന്ന ഒരു രാജ്യം മതപരമായ ഒരു ആചാരത്തിൽ ഇത്തരത്തിലുള്ള മാറ്റം വരുത്താൻ ധൈര്യം കാണിച്ചിരിക്കുന്നത് ശ്രദ്ധേയമാണ്. ഇത് വെറും ഒരു സാമ്പത്തിക തീരുമാനമായിരുന്നില്ല, മറിച്ച് ഇസ്ലാമിക തത്വങ്ങളെ, പ്രത്യേകിച്ച് ദുരിതകാലങ്ങളിൽ പാവപ്പെട്ടവരോടുള്ള സഹാനുഭൂതിയെയും സാമൂഹിക നീതിയെയും ഊന്നിപ്പറയുന്ന ഒരു നയതന്ത്രപരമായ നീക്കമായിരുന്നു. ഭാവിയിൽ കാലാവസ്ഥാ വ്യതിയാനവും വിഭവ ദൗർബല്യവും ലോകമെമ്പാടുമുള്ള മതപരമായ ആചാരങ്ങളെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതിനുള്ള ഒരു സൂചനയായി മൊറോക്കോയുടെ ഈ തീരുമാനം മാറിയേക്കാം. മതവും പരിസ്ഥിതിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും പുരാതന ആചാരങ്ങളെ ആധുനിക വെല്ലുവിളികൾക്ക് അനുസരിച്ച് എങ്ങനെ വ്യാഖ്യാനിക്കാം എന്നതിനെ കുറിച്ചും ഇത് പുതിയ പാഠങ്ങൾ നൽകുന്നു. മൊറോക്കോയുടെ ഈ നീക്കം ഒരു പുതിയ മാതൃകയായി മാറുമോ എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു.